സർവം കഞ്ചാവ്. മലപ്പുറം ജില്ലയിൽ കഞ്ചാവ് മാഫിയകൾ പിടിമുറുക്കുകയാണ്. തിരൂരിൽ വിൽപ്പനയ്ക്കെത്തിച്ച 1.5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ 2 പേരെയാണ് എക്സൈസ് പിടികൂടിയത്. കൊണ്ടോട്ടിയിൽ റൂമിൽ സൂക്ഷിച്ച കഞ്ചാവുമായി ബീഹാർ സ്വദേശിയെയും പിടികൂടിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വിൽപ്പന വ്യാപകമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഈ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ഒടുവിൽ പയ്യനങ്ങാടിയിൽ വെച്ച 2 പേരെ എക്സൈസ് സംഘം പിടികൂടുന്നു. ഇവരിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കെട്ടിയ രീതിയിൽ 1.5 കിലോ കഞ്ചാവ് അന്വേഷണ സംഘം കണ്ടെടുക്കുന്നുണ്ട്. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലായത് മലയാളികളാണ് ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നത് എന്നുള്ളതാണ്. പിന്നീട് ആ മലയാളികളെ തിരയാനായി അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിലെത്തി വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും ലഹരി എത്തിച്ചു നൽകുന്നതാണ് ഈ സംഘമാണ് എന്നുള്ളതാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം. എത്രയും പെട്ടെന്ന് ഇവരെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഇവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കൊണ്ടോട്ടിയിൽ റൂമിൽ സൂക്ഷിച്ച കഞ്ചാവ് ചെടികളുമായി ബീഹാർ സ്വദേശിയും പിടിയിലായിട്ടുണ്ട്. കൊണ്ടോട്ടി ഐക്യരപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 26-കാരൻ ബീഹാർ സ്വദേശി ഉമേഷ് യാദവിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുന്നത്. പോലീസിന് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചെന്ന രഹസ്യ വിവരം ലഭിക്കുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഐക്യരപ്പടിയിലെ വാടക വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്നത്. അവിടെ നിന്ന് ഈ ബീഹാർ സ്വദേശി സൂക്ഷിച്ച കഞ്ചാവ് ചെടികൾ പിടികൂടുന്നു. വീടിൻ്റെ സൺഷെയ്ഡിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തുകയും ഇത് പിന്നീട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അത് പറിച്ച് ഹോസ്റ്റലിൽ, അതായത് ഈ വാടക വീട്ടിൽ സൂക്ഷിക്കുകയുമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച അന്വേഷണം തുടരുകയാണ് എക്സൈസ് സംഘവും പോലീസും. ഷഫീഖ് കർലായിക്കൊപ്പം വി സോണർകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.